സുഹൃത്തുക്കളെ, പ്രകൃതി ദുരന്തങ്ങൾ ഇരകളുടെ ജീവനും സ്വത്തും നശിപ്പിക്കുമ്പോൾ ചില വിഭാഗങ്ങൾക്ക് വലിയ നേട്ടം ഉണ്ടാക്കുവാൻ സഹായിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ആരെല്ലാം ഏതെല്ലാം വിധത്തിലാണ് പ്രകൃതി ദുരന്തങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ ചോദ്യങ്ങൾ പരിശോധിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. മാഗ്സസെ അവാർഡ് ലഭിച്ച വിഖ്യാതനായ ഒരു ജേർണലിസ്റ്റാണ് പി സായിനാഥ്. അദ്ദേഹം ഇന്ത്യയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളെല്ലാം പോയി സന്ദർശിച്ച് അവിടെ താമസിച്ച് ദുരന്തങ്ങൾക്ക് ഇരയായവരെയും അതിൽ ദുരന്ത നിവാരണത്തിൽ സഹായിച്ച് ഇടപെട്ടവരെയും ഒക്കെ കണ്ട് ഇൻ്റർവ്യൂ നടത്തി ആർക്കെല്ലാം എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വിശദമായി 1 വർഷം നീണ്ടുനിന്ന പഠനം നടത്തി. ആ പഠനത്തിൻ്റെ ഫൈൻഡിങ്സ് ഒരു പുസ്തകമായി അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എവരിബഡി ലവ്സ് എ ഗുഡ് ഡ്രോട്ട് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. പ്രകൃതി ദുരന്തങ്ങൾ എല്ലാവരും എപ്പോഴും ഉണ്ടാകുവാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതിൻ്റെ ചുരുക്കം. അതിൽ അദ്ദേഹം ഏതെല്ലാം വിഭാഗങ്ങൾ എങ്ങനെ എന്തുമാത്രം പ്രകൃതി ദുരന്തത്തിൽ നിന്നും നേട്ടമുണ്ടാക്കുന്നു എന്ന് വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്ന്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. കാരണം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ ഏറ്റവും എളുപ്പത്തിൽ നടപ്പാക്കണം. ദുരന്തങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുവാനും അവർക്ക് ഭക്ഷണവും താമസവും ഒരുക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ പെട്ടെന്ന് സജ്ജമാക്കണം. അതുകൊണ്ട് നിലവിലുള്ള ടെൻഡർ നടപടിക്രമം അനുസരിച്ച് സാധനങ്ങൾ ലഭ്യമാക്കുവാനും സേവനങ്ങൾ ലഭ്യമാക്കുവാനും കഴിയുകയില്ല. അതിൻ്റെ ഫലമായി നിലവിലുള്ള റേറ്റിന് 5-10 ഇരട്ടി റേറ്റിനാണ് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിൽ ഇടപെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടർമാരും വലിയ നേട്ടം ഉണ്ടാക്കും. ഇതാണ് 2 വിഭാഗം ആളുകൾ. മറ്റൊന്ന് രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാർ 2 തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഒന്ന്, പെട്ടെന്ന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഇടപെട്ട് ജനങ്ങളുടെ ഇടയിൽ മതിപ്പുണ്ടാക്കുന്ന നേട്ടമാണ്. അത് വിമർശിക്കാൻ പാടില്ലാത്തൊരു നേട്ടമാണ്. എന്നാൽ അതിനേക്കാൾ ഹീനമായി അവർ നടത്തുന്ന നേട്ടം ദുരന്തത്തിൽ ഇരയായവരെ സഹായിക്കുവാൻ വേണ്ടി വലിയ തോതിൽ പണപ്പിരിവ് നടത്തുന്നു. കോടിക്കണക്കിന് രൂപ പണം പിരിക്കുകയും അതിൻ്റെ എത്ര രൂപ പിരിച്ചുവെന്നോ എങ്ങനെ ചെലവാക്കിയെന്നോ ഒന്നും ആരോടും അറിയിക്കുവാൻ ബാധ്യസ്ഥതയില്ല. അത് പരിശോധിക്കുവാനുള്ള നിയമ സംവിധാനമില്ല. അങ്ങനെ കോടാനുകോടി രൂപ ദുരന്തങ്ങൾ വരുമ്പോൾ പണപ്പിരിവ് നടത്തി ആഘോഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അടുത്ത സമയത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ മുണ്ടക്കൈ ദുരന്ത നിവാരണത്തിന് പണം പിരിച്ച് ചിലവാക്കാത്തതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തുടർച്ചയായി ദുരന്തങ്ങൾ ഉണ്ടാകണം എന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളും കോൺട്രാക്ടർമാരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും എപ്പോഴും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, പണപ്പിരിവ് നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, മതസംഘടനകളും പണപ്പിരിവ് നടത്തുന്നുണ്ട്. ഞാൻ അംഗമായിരിക്കുന്ന സഭ ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ 18 കോടി രൂപ പിരിച്ചതായിട്ട് അതിൻ്റെ കണക്ക് ബുക്കുകളിൽ പ്രസിദ്ധീകരിക്കാനിടയായി. 10 വർഷമായിട്ടും 10 രൂപ പോലും ചിലവാക്കിയില്ല. അതിനെക്കുറിച്ച് വിമർശനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ 10 വർഷം കഴിഞ്ഞ് പിന്നെ ഓഡിറ്റർ കണക്ക് ബുക്കിൽ തിരുത്തലിൽ എല്ലാം ഭംഗിയാക്കി. അതായത് 18 കോടി രൂപ ചിലവാക്കിയതായിട്ട് കണക്ക് കാണിച്ച് ആ പ്രശ്നം വിമർശനത്തിൽ നിന്നും അവസാനിപ്പിച്ചു. പക്ഷേ എവിടെ എന്തിനെ ആര് ചിലവാക്കി എന്നതിനെക്കുറിച്ച് യാതൊരു തെളിവുകളുമില്ല. അപ്പം മറ്റൊന്ന് പത്രങ്ങളാണ്. രാജ്യത്തുള്ള മറ്റെല്ലാവരും, രാഷ്ട്രീയക്കാരും മതസംഘടനകളും എല്ലാവരും സത്യസന്ധരല്ല എന്നും തങ്ങൾ മാത്രമാണ് സത്യസന്ധത പാലിക്കുന്നതെന്നുള്ള പ്രചരണം പത്രങ്ങൾ നടത്തുന്നുണ്ട്.
ആ പ്രചരണത്തിൻ്റെ പിൻബലത്തോടുകൂടി ജനങ്ങളിൽ നിന്നും ഭീമമായ തുക സമ്പാദിക്കുന്നു, ശേഖരിക്കുന്നു. അത് എത്ര ശേഖരിച്ചു, എന്തിനു ചിലവാക്കി, എവിടെ ചിലവാക്കി എന്നുള്ളതിന് ആരോടും കണക്ക് ബോധിപ്പിക്കാനുള്ള ബാധ്യതയില്ല. ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾ വലിയ നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരെ തുടർച്ചയായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളാണ് ഇതെല്ലാം. അതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ ജനങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിന് രണ്ട് തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും. ഒന്ന്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആസ്തികൾക്കുണ്ടാകുന്ന നഷ്ടം എത്രയാണെന്ന് ദേശീയ വരുമാനത്തിൽ കുറവ് കാണിക്കുന്നില്ല. പകരം പുനർനിർമ്മാണത്തിനു വേണ്ടി ചെലവാക്കുന്ന പണം ആ വർഷം അധികമായി ഉണ്ടായ ദേശീയ വരുമാനം ആണ് എന്ന് കാണിക്കുന്ന ഒരു രീതിശാസ്ത്രമാണ്, മെത്തഡോളജിയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് സ്വീകരിച്ചു പോരുന്നത്. അതുകൊണ്ട് ഒരു വർഷം 2000 കോടി രൂപയുടെ നഷ്ടം ദുരന്തം മൂലം ഉണ്ടാകുകയാണെങ്കിൽ ആ നഷ്ടം ദേശീയ വരുമാനത്തിൽ കുറയുന്നില്ല. പകരം 500 കോടി രൂപയുടെ പുതിയ നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അത് ദേശീയ വരുമാനത്തിൽ അധികമായി ഉണ്ടായി എന്ന് കാണിക്കാനുള്ള ഒരു രീതിശാസ്ത്രമാണ് ഇതിൻ്റെ കണക്കെടുപ്പിൽ ഉള്ളത്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് നേട്ടം, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ ഇത് ഒരു നേട്ടമായി കരുതിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, മുണ്ടക്കൈ ദുരിത നിവാരണത്തിനു വേണ്ടി വീടുകൾ പണിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 440 വീടുകൾ. ഒരു വീടിന് 3,96,000 രൂപ GST ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 440 വീടുകളുടെ GST 17.42 കോടി രൂപയാണ് സർക്കാരിന് കിട്ടുന്നത്. ദുരന്ത നിവാരണത്തിന് വേണ്ടി പണം നൽകുവാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സാമ്പത്തിക നേട്ടമാണത്. ഈ GST കൊടുക്കുന്നത് വീടുകൾ പണിയുന്നതിന് മാത്രമല്ല, ദുരന്ത നിവാരണത്തിന് വേണ്ടി JCBയും വാഹനങ്ങളും ഉപയോഗിച്ചതിനും, റോഡ് പണിഞ്ഞതിനും, കലിങ്കുകൾ പണിഞ്ഞതിനും, പാലം പണിഞ്ഞതിനും ഒക്കെയും GST ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് എത്ര രൂപയാണെന്നുള്ളതിനെ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രമേ. അപ്പോൾ ഇത് ഒരുപക്ഷെ ജനങ്ങൾക്ക് ഒട്ടും തന്നെ അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾ ദുരന്ത നിവാരണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരർത്ഥത്തിൽ സംഭ്രമജനകമായ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യത്ത് ഉണ്ടാകേണ്ടതാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് സഹായം നൽകാതെ സാമ്പത്തിക നേട്ടം അതിൽ നിന്നുണ്ടാക്കുന്നു എന്നുള്ള സംഭ്രമജനകമായ ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.